IRGC ഭീഷണി ഉയർത്തിയ, ഇസ്രയേലിന് നേർക്ക് തീ തുപ്പിയ, അതിനുവേണ്ടി ആജ്ഞയിട്ട നാവിക കമാൻഡറെ തന്നെ കാലപുരിക്ക് അയച്ചു എന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഹോർമുസ് കടലിടുക്ക് തന്നെ അടച്ചുപൂട്ടിയതിലെ പ്രധാന ഉത്തരവാദിയായ ഉദ്യോഗസ്ഥൻ ഇറാൻ നാവികസേനാ കമാൻഡർ അലി റേസ തങ്സിരി കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്നാണ് ഇസ്രയേൽ പറയുന്നത്. ഹോർമുസിന്റെ കാവൽക്കാരനെ തന്നെ വെട്ടിവീഴ്ത്തിയെന്ന അവകാശവാദം. ഹോർമുസിനെ പിടിച്ചെടുക്കാനുള്ള അമേരിക്കയുടെ ലക്ഷ്യം തന്നെയാണോ, നീക്കം തന്നെയാണോ ഇവിടെ ഫലം കണ്ടിരിക്കുന്നത്? ഹോർമുസിൽ ഇറാൻ ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങൾക്ക് പിന്നിലെ ബുദ്ധികേന്ദ്രത്തെ തന്നെ അരിഞ്ഞു വീഴ്ത്തിയതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യം ഏവർക്കും മനസ്സിലായിരിക്കുന്നു. യുദ്ധം കൂടുതൽ മൂർച്ഛിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഹോർമുസ് പിടിച്ചെടുക്കാൻ വേണ്ടി അമേരിക്കയും ഇസ്രയേലും സംയുക്ത സൈനിക നീക്കം നടത്തിയേക്കുമെന്ന ആ ഒരു വാദത്തിന് കൂടുതൽ കരുത്തു പകരുന്നു ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ. പശ്ചിമേഷ്യയെ യുദ്ധത്തിൻ്റെ മുനമ്പിൽ നിർത്തിയാണ് ഇസ്രയേൽ ഈ വെല്ലുവിളി തുടരുന്നത്. ഇസ്രയേൽ നടത്തിയ മിന്നലാക്രമണത്തിൽ ഇറാന്റെ കരുത്തനായ നാവികസേന കമാൻഡർ അഡ്മിറൽ അലി റസ തങ്സിരി കൊല്ലപ്പെട്ടുവെന്നാണ് ഇസ്രയേലി മാധ്യമങ്ങൾ പറയുന്നത്. ടൈംസ് ഓഫ് ഇസ്രയേൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പങ്കുവച്ചിരിക്കുന്നു. ബന്ദർ അബ്ബാസ് തീരമേഖലയിൽ US ഇസ്രയേൽ സംയുക്ത നീക്കത്തിലാണ് അലി റസ തങ്സിരി കൊല്ലപ്പെട്ടിരിക്കുന്നതെന്ന് ടൈംസ് ഓഫ് ഇസ്രയേൽ പറയുന്നു. പേർഷ്യൻ ഗൾഫിനെ ആഗോള കപ്പൽ പാതകളുമായി ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിന് ചേർന്നാണ് ബന്ദർ അബ്ബാസ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്ത് വ്യാപാരം ചെയ്യപ്പെടുന്ന എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും ഏകദേശം 20% കടന്നുപോകുന്ന മേഖല. IRGC നേവിയിൽ തങ്സിരിക്കുണ്ടായിരുന്നതുപോലെ നിർണായക സ്ഥാനവും ഗൾഫ് മേഖലയിലെ ഇറാന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള നീക്കങ്ങളിൽ അദ്ദേഹം പങ്കുവഹിച്ചിരുന്നു. ഇത് പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം ഈ സംഘർഷത്തിൽ വലിയൊരു വഴിത്തിരിവായി മാറുമെന്നാണ് വിലയിരുത്തുന്നത്. അടുത്തിടെ ഈ സമുദ്രപാതയ്ക്ക് മേൽ ഇറാൻ നിയന്ത്രണം കർശനമാക്കിയിരുന്നു. ചില കപ്പലുകൾക്ക് ഈ പാതയിലൂടെ കടന്നുപോകാൻ ചരക്ക് വിവരങ്ങളും ക്രൂ വിവരങ്ങളും ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന് നൽകേണ്ടി വന്നിരുന്നു. ഇതിനായി ചില കപ്പലുകൾ ചൈനീസ് യുവാനിൽ ഫീസ് അടച്ചുവെന്ന് റിപ്പോർട്ട് പുറത്തുവന്നു. സുരക്ഷ ഒരുക്കുന്നത് തങ്ങളായതുകൊണ്ട് തന്നെ കപ്പലുകൾ ഫീസ് നൽകുന്നത് സ്വാഭാവികമാണെന്ന് ഇറാനിയൻ പാർലമെന്റ് അംഗം മുഹമ്മദ് സൈറായ് കുച്ചി പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുക്കിയതിൽ നിർണായക പങ്ക് തന്നെയാണ് അലി റസ തങ്സിരി വഹിക്കുന്നത്. തങ്സിരി കൊലപ്പെടുത്തിയത് ശരിയാണെങ്കിൽ ഇത് ഇറാനെ സംബന്ധിച്ച് കനത്ത പ്രഹരം തന്നെയാണ് നൽകുന്നത്. 4ാം വാരത്തിലേക്ക് കടക്കുന്ന യുദ്ധത്തിലെ ഏറ്റവും നിർണായകമായ കൊലപാതകം കൂടിയായി ഇതിനെ വിലയിരുത്തും. എന്നാൽ തങ്സിരിയുടെ മരണം സംബന്ധിച്ച് ഇറാനോ ഇസ്രായേൽ സൈന്യമോ ഇതുവരെ ഔദ്യോഗിക പ്രതികരണമൊന്നും പറഞ്ഞിട്ടില്ല. 2018 മുതൽ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ നാവിക വിഭാഗം തലവനായിട്ടുള്ള ഇദ്ദേഹം നേരത്തെയും പലതവണ ഇസ്രായേലിന്റെ വധശ്രമങ്ങളിൽ നിന്നും കഷ്ടിച്ചായിരുന്നു രക്ഷപ്പെട്ടത്. പക്ഷേ ഇത്തവണ കുറിക്ക് കൊള്ളുന്ന രീതിയിൽ ഇരയെ കീഴ്പ്പെടുത്തിയെന്നാണ് ഇസ്രായേൽ സേന പറയുന്നത്. ലോകത്തെ എണ്ണ പ്രകൃതിവാതക വ്യാപാരത്തിന്റെ സിര കൂടിയാണ് ഹോർമുസ് കടലിടുക്ക്. ഇറാൻ ഇവിടെ ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങൾക്ക് പിന്നാലെ ബുദ്ധികേന്ദ്രമായിട്ടുള്ള തങ്സിരിയുടെ വാർത്തകളും പ്രചരിച്ചിരുന്നു. US-ഉമായും ഇസ്രയേലുമായും ബന്ധമുള്ള കപ്പലുകളെ തടഞ്ഞും മറ്റ് കപ്പലുകളെ നിയന്ത്രിച്ചുമാണ് ഇറാൻ ആധിപത്യം ഉറപ്പിച്ചത്. സാധാരണ പ്രതിദിനം 120ഓളം കപ്പലുകൾ കടന്നുപോകുന്ന ഈ പാതയിൽ ഇന്നിപ്പോൾ 20 കപ്പലുകൾക്ക് പോലും കടന്നു പോകാൻ കഴിയുന്നില്ല. 95% കപ്പൽ ഗതാഗതം നിലച്ചിരിക്കുന്നു. കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകളിൽ നിന്നും ചൈനീസ് യുവാനിൽ ടോൾ ഈടാക്കാനുള്ള നീക്കങ്ങൾ കൂടി തങ്സിരിയുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. ഇന്ത്യ അടക്കമുള്ള സൗഹൃദ രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാനുള്ള അനുമതി നൽകിയെന്ന് ഇറാൻ പറഞ്ഞെങ്കിൽ പോലും അമേരിക്ക അടക്കം യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പിഴ ഈടാക്കും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അലി ഖമനേയി ഉൾപ്പെടെയുള്ള പ്രമുഖർ അമേരിക്കൻ ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടും ഇറാൻ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ മാസം ആദ്യം അലി ലാരിജാനിയുടെ മരണം ഇറാൻ ഭരണകൂടത്തെ പിടിച്ചുകുലുക്കിയ ഒരു വിഷയം കൂടിയായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ തങ്സിരിയുടെ മരണം കൂടി പുറത്തു വന്നിരിക്കുന്നത്.